ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും ഈദ് മുബാറക്. അപ്പോൾ ഞാൻ അല്ലയിലാണുള്ളത്. ഇന്നൊരിക്കലും പ്രതീക്ഷിച്ചില്ല നാളെ പെരുന്നാളാവും എന്നുള്ളത്, അതുപോലെ തന്നെ ഇന്ന് മാസം കാണുമെന്നുള്ളത് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. 30 നോമ്പ് കിട്ടും എന്നാണ് പ്രതീക്ഷിച്ചത്. പെട്ടെന്ന് ആണ് 29 നോമ്പേ ഉള്ളൂ, നാളെ പെരുന്നാളാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഡ്രസ്സൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ക്യാമ്പിലായിരുന്ന സമയത്തോടെ കുറേ ഡ്രസ്സൊക്കെ പോയി നോക്കി, എനിക്ക് അവിടെ നിന്നും ഇഷ്ടമായില്ല. ഞാൻ വിചാരിച്ചു അല്ലയിൽ ഇക്കടെ കൂടെ വന്നിട്ട് ഇവിടെ നിന്ന് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനിവിടെ അല്ലയിൽ സഫ ഹൈപ്പർ മാർക്കറ്റിലാണ് കയറിയത്. ഇവിടെ നല്ല ഡ്രസ്സിൻ്റെ കളക്ഷൻസ് ഉണ്ട്. ഞാൻ ആദ്യം വന്ന ഷോപ്പാണ്, അതുകൊണ്ട് തന്നെ ഇവിടുത്തെ കളക്ഷനും കാര്യങ്ങളൊക്കെ എനിക്ക് അറിയായിരുന്നു. അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങോട്ടേക്കായിട്ട് വന്നത്. ഇതൊക്കെ ഫാൻസി ഐറ്റംസാണ്. ഇവിടെ ഡ്രസ്സ് മാത്രമല്ല, അതുപോലെ തന്നെ ഹൈപ്പർ മാർക്കറ്റ് ഫുഡ് ഐറ്റംസും എല്ലാ ഐറ്റംസും ഇവിടെ ഉണ്ട്. അപ്പോൾ എല്ലാം ഇവിടെ നിന്ന് വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ട് കയറിയതാണ്. ഞാൻ മാത്രമേ ഉള്ളൂ. ഇവിടെ എന്നെ ഇറക്കി തന്നിട്ട് പോയതാണ്. ഒരിക്കൽ ഡ്യൂട്ടി കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വരുന്നത് വരെ ഒരു 2 hours ടൈമുണ്ട് കേട്ടോ. കൂടുതൽ സാധനം വാങ്ങിക്കാനില്ല. ഡ്രസ്സ് തന്നെ ഓക്കെ ആയി വരുമ്പോഴേക്കും അത്ര സമയമാവും. ഡ്രസ്സ് മാത്രമേ എടുക്കാനുള്ളൂ. അപ്പോൾ ഞാനത് നോക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു, അബായ എടുക്കണോ അതോ വേറെ എന്തെങ്കിലും ഡ്രസ്സ് എടുക്കണോ എന്നുള്ളത്. എനിക്ക് കൂടുതലായിട്ട് ഇഷ്ടം കോഡ് സെറ്റ് എടുക്കാനായിരുന്നു. പക്ഷെ ഞാൻ ഉദ്ദേശിച്ച ആ ഒരു ടൈപ്പ് ഇവിടെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ വേറെ ഏതെങ്കിലും ഡ്രസ്സ് നോക്കാമെന്ന് വിചാരിച്ചു. അടിപൊളി അബായകൾ ഉണ്ടായിരുന്നു കേട്ടോ. എനിക്കിഷ്ടമാണ്, നല്ല ഇഷ്ടമാണ് അബായ എടുക്കാൻ. അടിപൊളി അബായ ഉണ്ടായിരുന്നു. അതുപോലെ എൻ്റെ ഒരു ഫേവറേറ്റ് കളറാണ് ഈ ഗ്രീൻ കളർ കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ ഞാൻ അതുപോലെ തന്നെ നല്ല കുർത്തീസ്, ചുരിദാറിൻ്റെ ബിറ്റുകൾ, നല്ല അടിപൊളി ടോപ്പുകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് സൈസ് കറക്റ്റ് ആവാൻ കുറച്ച് ടൈം എടുക്കും, കുറച്ച് പണിയാണ് കിട്ടാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേ നോക്കിയതിന് ശേഷം എനിക്ക് ലാസ്റ്റ് ഒരു 2 3 ഐറ്റം എനിക്ക് ലാസ്റ്റ് കിട്ടി. പക്ഷേ അതിൽ ഏതാ എടുക്കേണ്ടതെന്ന് ഭയങ്കര കൺഫ്യൂഷനായിരുന്നു. ഇത് ഡ്രസ്സിങ് റൂമാണ്. ഇതൊരു ഐറ്റമാണ് കേട്ടോ. ഇതൊരു ഷ്രഗാണ്, ഫുള്ളായിട്ട് വരുന്നൊരു ഷ്രഗാണ്. അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. പക്ഷെ ഇതിൻ്റെ ഉള്ളിലിടുന്നൊരു ഡ്രസ്സൊന്നും അതിൻ്റെ കൂടെ ഉണ്ടായിരുന്നില്ല. അതിങ്ങനെ കോട്ട് മാത്രമായിട്ട് വരുന്നതാണ്. അതുകൊണ്ട് ഞാനത് വേണ്ടെന്ന് വിചാരിച്ചു. ഷോളൊക്കെ നല്ല മാച്ചായിട്ട് കിട്ടി, നല്ല ഇഷ്ടമായിരുന്നു. പക്ഷേ പിന്നെ അതുപോലെ തന്നെ വേറെ 1-2 ടോപ്പുകളൊക്കെ കിട്ടി. അപ്പോൾ അതൊക്കെ ഞാൻ ജസ്റ്റ് ട്രയൽ ചെയ്തു. പക്ഷെ കണ്ടപ്പോൾ എല്ലാം എടുക്കാൻ തോന്നി. ഇതും എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ ഒരു ഡ്രസ്സ്. പിന്നെ 1-2 ഞാൻ ട്രയൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു ബ്ലാക്കും എനിക്ക് നല്ല ഇഷ്ടമായി. ബ്ലാക്കിനോടൊരു പ്രത്യേക ഒരു ഫേവറേറ്റ് ആണ് കേട്ടോ. ഫേവറേറ്റ് കളറിലൊന്നാണ് ബ്ലാക്ക്. അതുപോലെ തന്നെ ഈ ഒരു ഗ്രീൻ കളറ് ഇത് ഇത്തിരി ടൈറ്റ് കൂടുതലായിരുന്നു, അതുകൊണ്ട് തന്നെ ഞാൻ വേണ്ടെന്ന് വെച്ചു. അങ്ങനെ ഞാൻ ഒന്ന് സെലക്ട് ചെയ്തത് ലാസ്റ്റ് കാണിക്കാം. അതിനുശേഷം ഞാൻ മെഹന്തിൻ്റെ സ്റ്റിക്കർ വേണമായിരുന്നു. അപ്പോൾ അതൊന്ന് നോക്കി അതിലൊന്ന് എടുത്തു. എത്ര എമൗണ്ട് വരുന്നത് കറക്റ്റ് അറിയില്ല. അതുപോലെ നല്ല അടിപൊളി ചെപ്പൽസിൻ്റെ കളക്ഷനും ഉണ്ടായിരുന്നു. ചെപ്പൽ പിന്നെ ഞാൻ അങ്ങനെ യൂസ് ചെയ്യാറില്ല, അധികം ഷൂ യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ചെപ്പലിനി നാട്ടിൽ പോകുന്ന സമയത്തൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇവിടെ നല്ല കളക്ഷൻസ് ഉണ്ടെങ്കിൽ തന്നെ ഡ്രസ്സിനൊക്കെ ഭയങ്കര റേറ്റ് കൂടുതലാണ് കേട്ടോ. അപ്പോൾ ഞാനെടുത്ത ഡ്രസ്സിന് 75 dirhams ഒക്കെ വരുന്നുണ്ട്. ബട്ട് 25% ഓഫർ ഉണ്ട്. അതുകൊണ്ട് തന്നെ അതിനൊരു 50 dirhams ആയിട്ടാണ് വന്നത്. പക്ഷെ നല്ല സെലക്ഷൻ ഉണ്ടെങ്കിലും നല്ല റേറ്റും ഉണ്ട്. പിന്നെ ഞാൻ ഫുഡിൻ്റെ സെക്ഷനിലോട്ടാണ് പോയത്. എനിക്കൊരു ജ്യൂസ് വേണമായിരുന്നു. അതുപോലെ തന്നെ കേക്ക്, ബിസ്ക്കറ്റ്, ചോക്ലേറ്റ് അങ്ങനെയൊക്കെയുള്ള 2-3 ഐറ്റംസ് വാങ്ങിക്കാനുണ്ടായിരുന്നു. പിന്നെ ഹെന്നയുടെ പൗഡർ, അപ്പോൾ അതൊക്കെ വാങ്ങിച്ചു. അപ്പം ഏകദേശം ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു. ജസ്റ്റൊക്കെ നടന്നു. അപ്പോഴേക്കും ഇക്ക വന്നു. അതിനുശേഷം കൗണ്ടറിൽ ബില്ലൊക്കെ കൊടുത്തതിന് ശേഷം ഞങ്ങൾ തിരിച്ചു പോയി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ എല്ലാവരും വീഡിയോ കാണാൻ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടെ എൻ്റെ ഈദ് മുബാറക്.
കഴിഞ്ഞ പെരുന്നാൾ നാട്ടിലായിരുന്നു, നല്ല അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തു. പക്ഷേ ഈ പെരുന്നാൾ ഒരു മൂഡും ഒരു സന്തോഷവും ഉണ്ടായിരുന്നില്ല. കാരണം ഒന്നാമത് കുട്ടികളില്ലാതെ നമുക്ക് എന്താഘോഷം, ഒരു രസം ഉണ്ടായിരുന്നില്ല. പക്ഷേ അതുകൊണ്ടാണ് ഞാൻ ഷിഫാക്കാനടുത്ത് പോകുന്നത്. ഞങ്ങൾക്ക് കുറച്ച് ദിവസം ലീവ് ഉണ്ടായിരുന്നു, ഒരു 4-5 ദിവസത്തെ ലീവ് ഉണ്ട്, അതുകൊണ്ട് മാത്രമാണ് പോകുന്നത്. ഞങ്ങൾ തിരിച്ച് പോവുകയാണ് റൂമിലോട്ട്. അപ്പോൾ ഇതാണ് ഞാൻ ഫൈനലി സെലക്ട് ചെയ്ത ഡ്രസ്സ്. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു. ബൈ.